നമസ്കാരം. ഡ്യൂട്ടിക്കിടെ മലയാളി നഴ്സിനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായ 38-കാരൻ റൗമോൻ ഹക്കിന് 28 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. റോയൽ ഓൾഡ്ഹാം ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിരുന്ന അച്ചാമ്മ ചെറിയാനെ ആക്രമിച്ച സംഭവത്തിലാണ് കോടതിയുടെ സുപ്രധാന വിധി വന്നത്. 2024 ജനുവരിയിലായിരുന്നു ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയെ നടുക്കിയ സംഭവം നടന്നത്. മാനസികാരോഗ്യ നിയമപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട റാമോൺ ഹക്ക് മദ്യത്തിനും ലഹരിമരുന്നിനും കടുത്ത അടിമയായിരുന്നു. സംഭവ ദിവസം രാത്രി ഷിഫ്റ്റിനായി എത്തിയ അച്ചാമ്മ ചെറിയാൻ ഹക്കിന്റെ ആരോഗ്യനില പരിശോധിക്കുകയും മദ്യപാനത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കുറയ്ക്കാനുള്ള മരുന്ന് ആവശ്യമുണ്ടോ എന്ന് സ്നേഹപൂർവ്വം തിരക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രകോപിതനായ ഹക്ക് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അച്ചാമ്മയെ ആക്രമിക്കുകയായിരുന്നു. നെഞ്ചിനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റ അച്ചാമ്മ ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചുപിടിച്ചത്. മാഞ്ചസ്റ്ററിലെ മിൻചൽ സ്ട്രീറ്റ് ക്രൗൺ കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങളെ എത്ര ഗൗരവത്തോടെയാണ് UK നിയമവ്യവസ്ഥ കാണുന്നത് എന്നതിന്റെ തെളിവായി മാറി. പ്രതിയായ റൗമോൺ ഹക്കിന് മൊത്തം 28 വർഷത്തെ ശിക്ഷയാണ് ജഡ്ജി മോറിസ് ഗ്രീൻ വിധിച്ചത്. ഇതിൽ ആദ്യത്തെ 22 വർഷം നേരിട്ടുള്ള തടവ് ശിക്ഷയാണ്. ഈ കാലയളവിൽ പ്രതി ജയിലിൽ തന്നെ കഴിയേണ്ടതുണ്ട്. ഇതിനുശേഷമുള്ള 6 വർഷം ലൈസൻസ് കാലാവധിയാണ്. അതായത് ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയാലും 6 വർഷക്കാലം കർശനമായ നിരീക്ഷണ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ പ്രതിക്ക് സമൂഹത്തിൽ കഴിയാൻ സാധിക്കൂ. ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തിയാൽ പ്രതിയെ വീണ്ടും ജയിലിലേക്ക് അയക്കാൻ അധികൃതർക്ക് അധികാരമുണ്ടാകും. നേഴ്സ് അച്ചാമ്മ ചെറിയാന് നേരെയുണ്ടായ ആക്രമണം യാദൃശികമല്ല എന്നും മറിച്ച് വ്യക്തമായ പദ്ധതിയിട്ട് നടത്തിയ കൊലപാതക ശ്രമമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രതി തന്റെ കയ്യിൽ ആയുധം കരുതിയിരുന്നതും പ്രകോപനമൊന്നുമില്ലാതെ സേവന സന്നദ്ധയായി എത്തിയ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ചതും കുറ്റത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ചെയ്ത കൃത്യം ബോധപൂർവമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. റൗമോൺ ഹക്ക് പൊതുസമൂഹത്തിന് വലിയൊരു ഭീഷണിയാണെന്ന് ജഡ്ജി മോറിസ് ഗ്രീൻ വിധിന്യായത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇത്തരം ക്രിമിനൽ മനോഭാവമുള്ള വ്യക്തികളിൽ നിന്നും സാധാരണക്കാരായ മനുഷ്യരെയും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കേണ്ടത് നിയമത്തിന്റെ കടമയാണെന്നും കോടതി വ്യക്തമാക്കി. പ്രതിയുടെ മുൻകാല ചരിത്രവും പെരുമാറ്റ രീതികളും പരിഗണിച്ചാണ് ദീർഘകാലം ജയിലിൽ കഴിയേണ്ട എക്സ്റ്റൻഡഡ് സെന്റൻസ് കോടതി വിധിച്ചത്. NHS ജീവനക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. രോഗികളെ ശുശ്രൂഷിക്കാൻ എത്തുന്ന നഴ്സുമാർക്ക് സുരക്ഷിതമായ തൊഴിലിടം ഉറപ്പാക്കേണ്ടതുണ്ട്. അച്ചാമ്മ ചെറിയാന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളെ കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ അനിവാര്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മിൻചൽ സ്ട്രീറ്റ് ക്രൗൺ കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് നിയമവ്യവസ്ഥ നൽകുന്ന മുൻഗണനയാണ് അടിവരയിടുന്നത്. തങ്ങളുടെ സ്വന്തം സുരക്ഷയോ സൗകര്യമോ നോക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പ്രയത്നിക്കുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിലുള്ളവർ രോഗികളുമായി നേരിട്ട് ഇടപഴകുന്നവരാണ്. അച്ചാമ്മ ചെറിയാൻ എന്ന നേഴ്സ് ലഹരിയുടെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന രോഗിക്ക് ആശ്വാസം നൽകാനാണ് ശ്രമിച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു നേഴ്സ് തന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ഇത്തരമൊരു ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്നത് സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു.